ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് അവർ ഓൺ നാരങ്ങ മിഠായി. ഇന്ന് ഞങ്ങൾ ഒരു ഉല്ലാസയാത്രയിലാണ്. എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അഹങ്കാരമായ നമ്മുടെ സ്വന്തം പൊന്മുടിയിലേക്കാണ് ഈ യാത്ര. അതും നമ്മുടെ സ്വന്തം KSRTCയിലാണ്. നമ്മുടെ നാരങ്ങ മിഠായി ടീമും ഫാമിലി മെമ്പേഴ്സുമായിട്ടാണ് ഈ യാത്ര. നമ്മുടെ KSRTC ബസ് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഈ ബസ്സിൽ ഞങ്ങളുടെ യാത്ര കുറച്ച് അപരിചിതരുമായിട്ടാണ്. ദേ നോക്കിയേ, 5 മിനിറ്റ് പോലും ആയില്ല, ഞങ്ങളെല്ലാവരും പരിചയക്കാരായി മാറി. എൻ്റെ പേര് മേരി സ്വിറ്റി. ഞാൻ പൂവാർന്ന വന്നിരിക്കുന്നത്. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡ് മക്കളും 3 മക്കളും ഉണ്ട്. അപ്പൊ ഞങ്ങള് പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നാരങ്ങ മിഠായി എന്നാണ് പേര്. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വന്നതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം അത് മാത്രമാണ്. ഞാൻ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവിനെ കൈമാറുന്നു. അതുകൂടാതെ ഈ ബസ്സിൽ 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞു മുതൽ 85 വയസ്സ് പ്രായമുള്ള അപ്പൂപ്പൻ വരെ ഈ യാത്ര കളറാക്കാനുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള KSRTC കണ്ടക്ടർ ആണെങ്കിൽ മണിയടിക്കാനും ടിക്കറ്റ് എന്ന് വിളിച്ച് നമ്മുടെ പുറകെ വന്ന് ശല്യം ചെയ്യാനും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ഞങ്ങളോടൊപ്പമുള്ള ഈ കണ്ടക്ടർ ആണെങ്കിലേ ഡാൻസ് കളിക്കേ എന്ന് പറഞ്ഞ് ആടാനും പാടാനും എല്ലാ സജ്ജീകരണവും ഞങ്ങൾക്ക് ചെയ്തു തന്നു. പൊന്മുടിയാണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിലും പ്രകൃതി രമണീയമായ പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഇറങ്ങി ആസ്വദിക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ പോയത് ചോനാമ്പാറ എന്ന ഒരു വനത്തിലേക്കാണ്. ഇവിടെ അധികമാർക്കും എത്തിച്ചേരാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളുടെ യാത്ര KSRTCയിലായതുകൊണ്ട് മാത്രം ഈ വനത്തിലേക്ക് പോകാൻ ഒരു പാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ശുദ്ധമായി ശ്വസിച്ച് പ്രകൃതി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയിലാണ്. ഒരു പ്രത്യേകതയാണ്, നമ്മുടെ സ്ഥാപനങ്ങളോ വീടുകളോ യാതൊന്നും തന്നെ വൈകി കാണാനില്ല. നല്ല കാട്ടിന് ചുറ്റോടെ പോകുന്ന യാത്ര. ഒരു അരുവി നമ്മുടെ തൊട്ടടുത്തൂടെ വൈകി തുടങ്ങാൻ പോവുകയാണ്. ഈ സ്ഥലത്തിന്റെ പേര് ചോനാമ്പാറ എന്നാണ്. അതായത് നമ്മൾ ചെന്നെത്തുന്ന ഒരു ജംഗ്ഷനുണ്ട്. അവിടെ 85 കുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട്. അവിടെ ഒരു വാർഡ് മെമ്പറുണ്ട്, ഒരു പ്രാഥമിക ആശുപത്രിയുണ്ട്, ഒരു നഴ്സറി സ്കൂളുണ്ട്. അപ്പൊ നമ്മൾ ഒന്നും ചിന്തിക്കില്ല, ഇത്രയും സ്ഥലത്തിനകത്താണ് താമസിക്കുന്നുണ്ട്. എന്തായാലും നമ്മളിത് കുറച്ച് അരുവി, രണ്ടാമത്തെ ഒരു അരുവി കണ്ടത് നമുക്കൊരു 5 മിനിറ്റ് വെളിയിൽ ഇറങ്ങി വന്ന് 4 മിനിറ്റ് ഫോട്ടോ അല്ലേ? അങ്ങനെ ഞങ്ങൾ ഒരു അരുവി കണ്ടപ്പോൾ ചാടിയിറങ്ങി. അതിനുശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? കുറ്റിച്ചൽ ചോനാമ്പാറ എന്നുള്ള സ്ഥലത്താണ്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു വലിയൊരു കാടാണ്. ഈ കാടില് അതായത് പ്രത്യേകിച്ച് വേറെ ആരെയും കടത്തി വിടത്തില്ല, നമ്മളെ മാത്രം ഇങ്ങനെ അധികം ആൾക്കാരെയൊന്നും കടത്തി വിടാത്ത ഒരു ഏരിയയാണ്. ഞങ്ങളുടെ KSRTC ടീംസിലെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങള് പുഴയിലോട്ടൊന്ന് വൈബ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇറങ്ങുന്നില്ല, നിങ്ങൾ വൈബ് ചെയ്യും. വൈബ് ചെയ്ത് പക്ഷെ പാന്റ് പൊക്കി വേ, പാന്റ് പൊക്കി താന്ന് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇത് ഇറങ്ങുന്നില്ല കണ്ട. ബൈബിന് വന്ന ആൾക്കാരാണ് ഇറങ്ങാൻ മടിക്കുകയാണ്. എടി ഫോൺ തരുമോ? ഒരു പേടിയില്ലാത്ത എന്റെ 2 മക്കൾ വളരെ ധൈര്യമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അരുവി എല്ലാരായിട്ട് നിക്കായിരുന്നു. അങ്ങോട്ട് പോ പിള്ളേർ അത് തന്നെ. അയ്യോ മക്കളെ അങ്ങോട്ട് ഒരുപാട് പോണ്ട. വാ പ്രാർത്ഥന പോണത് നദാൻ വാ.
പൊന്നിന്റെ ഷൂലേസ് ജീൻസ് പപ്പയാണ് കിട്ടി തന്നത് പൊന്നുവിന്. എടി ഇത് ഇതിനകത്ത് ഒരു കുന്തുമില്ല, ഇത് പ്രകൃതിയുടെ വെള്ളമാണ്, നമ്മുടെ നാട്ടിലെ പോലത്തല്ല. വാ അതെ പിന്നെ കാട്ടിലെ ഇലയിലാണ്ട് പിന്നെ എന്ത് കാണുമെന്ന് ഉദ്ദേശിക്കണേ? നനപ്പിക്കല്ലേ എനിക്കറിയില്ല. ഉടുപ്പ് നനയ്ക്കാൻ നോക്കും. അവിടെ കേറിയിട്ടാ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്ന. അങ്ങോട്ട് ദൂരെ അറിയാം. ഞങ്ങൾ നോക്കണ എടുക്കും ഇങ്ങനെ. അടുത്ത് നോക്കൂ, അമ്മ പിടിക്കാം. ഇതിപ്പോ അവിടെ കക്ക പറക്കാൻ പോയതല്ലേ ആ അവസാനം. ഇല്ല ഇല്ല മൈക്ക് മൈക്ക്. അമ്മയുടെ ഷൂ നനയും. ചെടിയുണ്ട് അമ്മയുടെ കൈ പിടിച്ചിട്ട്. നല്ല പാറ ഏട്ടാ, നല്ല ഉരുണ്ടിരിക്കണ പാറ. എറി എറി നടാൻ എറി. ഫുൾ അകത്തോട്ട് നനയ്ക്കല്ലേ. ഇത് എവിടെ എറിഞ്ഞാളഞ്ഞ് ഇങ്ങനെ ആക്കി അങ്ങനെ നടന്നോ. തെറിപ്പിക്കാതെ നടക്കണേ, തെറിപ്പിക്കാതെ നടക്കണേ, അല്ലെങ്കിൽ ഷൂവിന്റെ അകത്ത് കയറും. അയ്യോ നനഞ്ഞു. അയ്യോ അതാണ് അമ്മ തെറിപ്പിക്കണമെന്ന്. ഇതിന്റെ അകത്തൂടെ വെള്ളം അകത്ത് കയറും കണ്ടാ. അപ്പം സോക്സ് നനയും. അപ്പൊ പൊന്നുമിന് തണുക്കും. പതുക്കെ 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 പതുക്കെ. ഇത് വല്ലത് പോകൂല ഒരുപാട് ദൂരം. അയ്യോ എന്താ എന്താ വെള്ളത്തിൽ നമ്മൾ നടന്നു. കാല് പൊക്കി എടുത്ത് വെക്കണേ. നീ എവിടെ കാട്ടിൽ കാല് പൊക്കി വെക്കണം. അയ്യ അങ്ങനെ